ഋത്തോട്ടിന് ആദ്യമായിട്ട് മരുഭൂമി പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഋത്തോട്ടം മാത്രമല്ല, നമ്മളും ആദ്യമായിട്ടാണ് മരുഭൂമി പോയത്. ലാസ്റ്റ് ഫെബ്രുവരിയിൽ നമ്മളൊരു 8 ദിവസത്തെ ട്രിപ്പിന് പോയിട്ടുണ്ടായി രാജസ്ഥാനിലേക്ക്. അതിൽ ലാസ്റ്റ് 2 ദിവസമാണ് നമ്മൾ ജയ്സൽമേർ സെലക്ട് ചെയ്തേക്കുന്നത്. അവിടെയാണല്ലോ മരുഭൂമി ഉള്ളത്. അപ്പോൾ അവിടെ പോകണം, ഋത്തോട്ടിനും മണലിനെ കൊണ്ട് കളിപ്പിക്കണം, നമുക്കും മണലിൽ കളിക്കണം, പിന്നെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറണം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആടെ എത്താൻ വേണ്ടിയിട്ട്. രാജസ്ഥാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, പക്ഷേ മെയിൻ ഉദ്ദേശം മരുഭൂമിയായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋത്തൂട്ടിന് ഇതൊരു ഓർമ്മയുണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഋത്തൂട്ടൻ പറയും, പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ മരുഭൂമി കാണിക്കാൻ കൊണ്ടുപോയി അവിടെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയെന്ന്. പിന്നെ ഇതാണ് നമ്മൾ പോയ ഡെസേർട്ട് ക്യാമ്പ്. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സെക്ഷനാണ് റൂമുകൾ. സ്വിസ് റൂമുണ്ട്, എക്കണോമി ക്ലാസ് ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന 5000 രൂപേൻ്റെ ഒരു റൂമാണ്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് റൂം വരുന്നുണ്ട്, ഫുഡ് വരുന്നുണ്ട്, പിന്നെ ക്യാമൽ സഫാരി, ജീപ്പ് റൈഡ്, പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ ജീപ്പിലാണ് നമ്മൾ മരുഭൂമിയിലേക്ക് പോകുന്നുണ്ട്, ഡെസേർട്ടിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓപ്പൺ ജീപ്പാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഓപ്പൺ ജീപ്പിൽ നമ്മൾ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിൽ പുറകിലായിരുന്നത്. എൻ്റെ ദൈവമേ, ആകെ പണിപാളി എന്ന് പറഞ്ഞ പോലെയായി. ഭയങ്കര കുലുക്കിയാണ്. ഋത്തൂട്ടൻ നമ്മളെ കൈയിൽ നിന്ന് ഊരി വീകാൻ പോയി, എൻ്റെ ഫോണ് നിലത്ത് വീകാൻ പോയി. ആകെ കൂടി നമുക്ക് പേടിയായിപ്പോയി. കാരണം വെച്ചാൽ ഋത്തൂട്ടിന് ഇല്ലെങ്കിൽ കുഴപ്പമില്ലേനു, ഋത്തൂട്ടിന് ഇല്ലോണ്ടൊരു പേടി. അത് മണലൊക്കെ മൂക്കിലൊക്കെ തെറിക്കാൻ തുടങ്ങി. ഇതിപ്പം നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ, ഇനി ആരും ചെയ്യണ്ട, ഇത് ഇച്ചിരി പണിപാളീന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവറോട് പറഞ്ഞ് നമുക്കധികം അഡ്വഞ്ചറൊന്നും വേണ്ട, മെല്ലനെ പോയാൽ മതിയെന്ന്. പിന്നെ ഈ ഒട്ടകത്തിനെല്ലാം കണ്ടിട്ട് ഋത്തൂട്ടൻ ബൗ 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 എന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഇയാൾ നമ്മളോട് പറഞ്ഞ് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ഇതാണ് ഓരോ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. പിന്നെ നമുക്കത് തർക്കിക്കാനൊന്നും പറ്റൂല, നമ്മൾ തലയാട്ടിയിട്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായി. പിന്നെ ഏറ്റവും എക്സൈറ്റ്മെൻറ്റിലായിട്ടുള്ള സംഭവമാണ് ഈ കുതിരയല്ല, ഒട്ടകത്തിൻ്റെ മുകളിൽ കയറണമെന്ന്. ഋത്തൂട്ടിന് ആദ്യം ആ നടുക്കിരുന്നേരം ഭയങ്കര കിളിപോയ അവസ്ഥയിൽ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ നമ്മളോട് അയാൾ പറഞ്ഞ് ഓനെ മുന്നിലിരുത്ത്, ഓന് കാഴ്ചകളൊക്കെ കാണിട്ടെന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഓനെ മുന്നിലിരുത്തിയിട്ടുണ്ടായി. അന്നേരം ഒരു ഭയങ്കര സന്തോഷം. പിന്നെ ഇടക്കിടക്ക് ബോ 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 എന്ന് വിളിക്കുന്നുണ്ട് ഒട്ടകത്തിന്. ഇവനെന്ന് വെച്ചാൽ ഈ ഒട്ടകത്തിന് ഭയങ്കര ആട്ടമാണ്. അപ്പോൾ ചെറുങ്ങനൊക്കെ പേടിയാവും. നമ്മൾ ഈ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ കുന്നുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒട്ടകം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമ്മളൊക്കും പേടിയാവും, അതിനകത്ത് നിന്ന് വീഴുന്ന പോലെ. അപ്പോൾ അന്നേരം ഓനൊരിങ്ങനെ ചെറുങ്ങനെ കരയുന്ന വിധത്തിലൊക്കെ എത്തും. പിന്നെ ഹാപ്പി, പിന്നെ ബൗബവനെ നോക്കും, പിന്നെ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഇതിൻ്റെ മൂക്ക് കയറ് ഋത്തുവിൻ്റെ കൈമേൽ പിടിക്കാൻ കൊടുത്തിട്ട് പറഞ്ഞ് അതിനെ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് അയാൾ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു പാവൻ ജീവിയാണ്. അപ്പോൾ ഇതിൻ്റെ കയറ് ആര് പിടിച്ചാലും ഇത് നടന്നോളൂ എന്നില്ല ഇതില്ല. അപ്പോൾ ഋത്തുവിൻ്റെ മനസ്സിലാവോ ഞാൻ ബൗബവിനെ റൈഡ് ചെയ്യിക്കുന്ന ഞാനാന്നുള്ള രീതിയിലാണ് ഋത്തുവിട്ടം പോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറേ കഴിഞ്ഞേരം ക്ഷീണിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇരുന്നാകുമ്പോഴത്തേനും കുലുങ്ങി ക്ഷീണിക്കും. പിന്നെ നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോകാൻ തന്നെ ഒരു രസമുണ്ട്. പിന്നെ ഋത്തുവിൻ്റെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ കുറേ ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായി. അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഋത്തൂട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓൻ ഫോട്ടോ എടുക്കാൻ നിന്നേരും, പക്ഷേങ്കിൽ ഈ തലയിൽ വെക്കുന്ന സാധനം, കണ്ണിൽ വെക്കുന്ന സാധനമൊന്നും ഓന് പറ്റൂല. അതെല്ലാം വെക്കണ്ടെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെടണം. ഒരു വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ക്യാപ്ചർ ചെയ്യുക. എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തിട്ട് ഓടും. അങ്ങനെയൊന്നും നമുക്ക് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഓൻ്റെ പാട്ടിനെ വിട്ട് പിന്നെ ഇവൻ ഈ മണൽ എറിഞ്ഞിട്ടും അങ്ങോട്ടെറിയാം ഇങ്ങോട്ടെറിയാം അവന് ഭയങ്കര സന്തോഷനും അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് കളിക്കാനും. അപ്പോൾ അത് കുറേ നേരം അതിനകത്ത് ഇരുന്ന് കളിച്ചിട്ടും വരുന്നുണ്ടായിട്ടില്ല. നമ്മളെത്ര വിളിച്ചിട്ടും വരുന്നുണ്ടായിട്ടില്ല. ഓനവിടെ കളിക്കാൻ നമ്മൾ വിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഈവനിങ് ഒക്കെ ആയപ്പം സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ വരുമ്പോഴത്തേനും അവർ നമ്മുടെ ട്രഡീഷണൽ രീതിയിലൊക്കെയാണ് വെൽക്കം ചെയ്തത്. അപ്പോൾ നമുക്ക് ചന്ദനൊക്കെ വെച്ച് തന്നു. ഇത് ഓൾറെഡി പാക്കേജിൽ പറഞ്ഞതാണ്. നമ്മൾ ആദ്യം വന്നേരം ആരും ഒന്നും കാണാത്തരം നമ്മൾ വിചാരിച്ച് ഇവർ നമ്മളെ പറ്റിച്ച് തന്നെന്ന്. പിന്നെയാന്ന് പറഞ്ഞത് ഇത് ഈവനിങ് മാത്രമേ ഉള്ളൂ എന്ന്. ഇവർ ചെണ്ടയൊക്കെ മുട്ടി ഇനി എൻ്റെ കുറച്ച് ഷോ ഒക്കെ ഉണ്ട്, ഞാനും ഇങ്ങനെ ക്ലാസ്സൊക്കെ വെച്ച് അതൊന്നും കൂടി ചെയ്യിപ്പിച്ച് എന്നും കൂടി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്കും ചന്ദനം വെച്ച് തരുന്ന രീതിയിലൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. കുറേ ഡാൻസും പരിപാടികൾ, പാട്ട്. പിന്നെ അവരെ കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവർ തലയിലൊരു
കുടുക്ക പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് സംഭവം അടിപൊളിയാണെന്ന് കാണാൻ നല്ല രസമാണ്. ആദ്യമൊക്കെ നല്ല രസം ഉണ്ടാവും നമ്മൾ ഇതുവരെ കാണാത്ത സാധനം കാണുന്നതിൻ്റെ. പിന്നെ കുറേ കഴിയുമ്പോഴത്തേനും നമുക്ക് ബോറടിക്കും. പക്ഷേ കുറേ സിക്കുകാരൊക്കെ ഉണ്ടേന്, വേറെ നാട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടേന്. ഇവരെ കൂടെ പോയി ഡാൻസ് കളിച്ച് അവർ പൈസയൊക്കെ കൊടുത്ത് അവർക്കൊക്കെ നല്ല രസമുണ്ടേനും. കുറേ കഴിയുമ്പോഴത്തേനും ഋത്തുവിനാകെ മടുത്ത് ഇതന്നെ കണ്ടുകൊണ്ട് നിൽക്കണമല്ലോ. പിന്നെ നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നമുക്ക് ഇത് വന്നപ്പോൾ നമുക്ക് സ്നാക്സും കിട്ടിയിട്ടുണ്ടായി കേട്ടോ, ചായയും സ്നാക്സും കിട്ടിയിട്ടുണ്ടായി. അതല്ലാണ്ട് രാത്രി താലിയാണ്, ഇവരെ രാജസ്ഥാനി താലി. നമുക്ക് എത്ര വേണേലും എടുത്ത് കഴിക്കാം. കുറേ നല്ല ഫുഡ് ഉണ്ടേനു. മൊത്തത്തിൽ ക്യാമ്പിങ് നല്ല രസമുണ്ടേനു. വേറെ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. ഇത്രയും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ, എല്ലാവരും ഇത്രയും മേടിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് അവിടെ നിന്ന് അവന് കിട്ടിയ ഫ്രണ്ടാണേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ വെക്കേറ്റ് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് ടാക്സി ഉണ്ടായിട്ടുണ്ടേനു. ടാക്സി അങ്ങോട്ട് ഈ ഒരു ഡെസേർട്ട് ക്യാമ്പിലേക്ക് പോകാനും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുവിടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിൽ പോയാൽ നമുക്ക് സ്റ്റോറി കിട്ടിയവരും 2 ചോദ്യങ്ങളാണ് മെയിനായിട്ട് ചോദിച്ചത്. ഈ ചൂടത്താണോ രാജസ്ഥാനിൽ പോകുന്നത്? പിന്നെ രണ്ടാമത്തെ മരുഭൂമി മാത്രമല്ലേ രാജസ്ഥാനിൽ കാണാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയ സമയത്ത് നല്ല കാലാവസ്ഥയേനു. രാവിലെ നല്ല സണ്ണി ഡേ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത കാറ്റും ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ രാത്രി തണുപ്പും ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുഭൂമി മാത്രമല്ല രാജസ്ഥാനിലുള്ളത്. ജയ്പൂർ, ജോധ്പൂർ, ഉദയ്പൂർ, അങ്ങനെ പുഷ്കർ, കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളിതിൽ കുറച്ച് സ്ഥലങ്ങളെല്ലാം പോയിട്ടുണ്ടായി. എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും രാജസ്ഥാനിൽ പോകണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും പറയുക. അതുകൊണ്ട് എനിക്കറിയില്ല ഇങ്ങനെ പറയേണ്ടതെന്നൊന്നും. അപ്പോൾ ബൈ.